മഹാനായ ഇബ്നു തൈമിയ എത്ര റുഖിയ ശറിയ നടത്തിയിട്ട് പിശാചിനെ പുറത്താക്കി. അറിയുന്ന ആൾക്കാർക്ക് ചില ആൾക്കാരെന്നെ പഠിക്കാൻ സമ്മതിക്കൂല. തന്നെ എവിടെയെങ്കിലും ദർസ് നടത്തുകയാണെങ്കിൽ ദർസ് തുടങ്ങിയെന്ന് പറയും, കസറയാണെന്ന് അറിയണേ. പഠിക്കാൻ സമ്മതിക്കുള്ള വല്ലാത്തൊരു പരീക്ഷ. ആൾക്കാർക്ക് എന്താ ഭാഗിച്ചെന്നറിയില്ല. അല്ലെങ്കിൽ തന്നെ ദീനിന്റെ വളരെ കുറച്ച് ഭാഗം ആൾക്കാരിവിടെ പഠിച്ചിട്ടുള്ളൂ. വിവരം വളരെ കുറവാണ്. വിവരമില്ലാത്തതിന്റെ തകരാറ് നല്ലോണം കാണുന്നുണ്ട്. പുറമെ ഇൽമുണ്ടാക്കുന്നത് പ്രോത്സാഹനം കൊടുക്കണതിന് പകരം ആരെങ്കിലും വല്ലതും പഠിക്കുകയാണെങ്കിൽ അതിനെ എതിർത്ത് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി നടക്കുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾ നോക്കിക്കോ, ഷെയ്ഖുൽ ഇസ്ലാമിനെ പറ്റി ശിഷ്യൻ ഇമാം ഇബ്നുൽ ഖയ്യിം പറയാണ്, തന്റെ സാദുൽ മആദ് എന്ന ബുക്ക് പറയാൻ, വശാഹത്തു ഷെയ്ഖനാ യുർസിലു ഇലൽ മസ്റൂ, ജിന്ന് ബാധിച്ച ആളുടെ അടുത്തേക്ക് തന്റെ ഷെയ്ഖ് എന്ത് ചെയ്യും? ആളെ പറഞ്ഞു വിടും. നേരത്തെ അഹമ്മദ് ബിൻ ഹംബൽ വിട്ടില്ലേ, പുറത്തു പോയിക്കോ അല്ലെങ്കിൽ ചെരുപ്പ് കൊണ്ട് പഠിക്കും, ഏതാ വേണ്ടിന്ന് ചോദിച്ചില്ലേ. നേരത്തെ അഹമ്മദ് ബിൻ ഹംബൽ വിട്ടില്ലേ, പുറത്തു പോയിക്കോ അല്ലെങ്കിൽ ചെരുപ്പ് കൊണ്ട് പഠിക്കും, ഏതാ വേണ്ടിന്ന് ചോദിച്ചില്ലേ. എന്നതുപോലെ ഇവിടെ ഷാഹത്തു ഷെയ്ഖന, നമ്മുടെ ഷെയ്ഖ് ഇബ്നു തൈമിയ എന്ത് ചെയ്യും? ജിന്നുബാദിന്റെ അടുത്തേക്ക് ആളെ വിടും. വടി കൊണ്ടടിക്കൽ മാത്രമല്ല, ചെരുപ്പ് കൊണ്ടടിക്കാൻ അഹമ്മദ് ബിൻ ഹംബലിന്റെ തെളിവ്. ചെരുപ്പ് കൊണ്ടടിക്കാനും ചങ്കിൽ ചവിട്ടാനും വടി കൊണ്ടടിക്കാനും നാട് മുഴുവൻ തെളിവുദ്ധരിച്ച് നടന്ന് ഈ നാട്ടിലെ സകല മന്ത്രവാദികൾക്കും ഇത്തരം ജിന്ന് ചികിത്സക്ക് തെളിവ് നൽകിയ ഈ മന്ത്രവാദികൾക്കൊരിക്കലും ഇത്തരം ക്രൂരകൃത്യങ്ങളിൽ നിന്ന് കൈയൊഴിഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല.